തമിഴ്നാട്ടുകാർ ഇതിനെ സ്നേഹത്തോടെ എണ്ണക്കത്തിരിക്കാന്ന് വിളിക്കും. പേരിന് എന്ത് തന്നെ ആവട്ടെ, നല്ല എരിവും പുളിയൊക്കെ ആയിട്ട് ഉണ്ടാക്കി വെച്ചാൽ ഒരു 3-4 ദിവസം ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഒഴിച്ചുകറിയാണിത്. വെജിറ്റേറിയൻകാരുടെ മീൻകറി എന്ന് വിളിക്കുന്ന ഈ എണ്ണക്കത്തിരിക്കയെ പറ്റി പറയാൻ അവർക്ക് 100 നാവാണ് കേട്ടോ. നമ്മുടെ നെയ്ച്ചോറിന്റെ കൂടെയും വെറും ചോറിന്റെ കൂടെയും അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പോൾ അവരുടെ കത്തിരിക്ക, നമ്മുടെ വഴുതനങ്ങ ഇതുപോലെ എക്സ് ആകൃതിയിൽ കട്ട് ചെയ്ത് ഉപ്പും മഞ്ഞളും ഇട്ട വെള്ളത്തിലൊന്ന് ഇട്ട് വെക്കുക. എന്നിട്ട് വെള്ളം നന്നായി കളഞ്ഞതിന് ശേഷം ഒരു പാനിൽ എണ്ണ ഒഴിച്ച് അതിലൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. ഈ സമയത്ത് പൊട്ടിത്തെറിക്കലുകൾ എന്തായാലും ഉണ്ടാവും. അത് ഒഴിവാക്കാനായിട്ട് ചെറുതായി ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചും ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നല്ലൊരു ഗ്രേവി ഉണ്ടാക്കണം. അതിനായിട്ട് ഒരു കടായിലേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം 1/4 കപ്പ് ചുവന്നുള്ളിയും 1/4 കപ്പ് സവോളയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പേസ്റ്റ് അല്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൊടി, 1 ടീസ്പൂൺ സാധാ നല്ല എരിവുള്ള മുളക് പൊടി, പിന്നെ ഒരു 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടി, ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയതിന് ശേഷം ഒരു കളഞ്ഞ തക്കാളി ഒരെണ്ണം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായി വഴണ്ട് തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. നന്നായിട്ട് ചൂടാറാനായി വെക്കുക. ചൂടാറിയതിന് ശേഷം ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഈ അരയ്ക്കുന്നതിന്റെ കൂടെ തന്നെ 1.5 ടീസ്പൂൺ ചെറിയ ജീരകവും 1.5 ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് രണ്ടും ഒഴിവാക്കരുത്. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ തേങ്ങ ചെറുതായി ഒന്ന് വറുത്തെടുത്തതും ചേർത്ത് ഒരിത്തിരി വെള്ളം ചേർത്ത് നല്ല മഷി പോലെ അരച്ചെടുക്കാം. നേരത്തെ വഴുതനങ്ങ ഫ്രൈ ചെയ്ത് വെച്ച എണ്ണയുണ്ടല്ലോ, അതിൽ പകുതി മാറ്റിയതിന് ശേഷം ബാക്കി എണ്ണയിലേക്ക് ഇത്തിരി കടുകും ഇത്തിരി ഉലുവയിട്ട് പൊട്ടിച്ചെടുക്കാം. അതിലേക്ക് തന്നെ കുറച്ച് കറിവേപ്പിലയും ഉണക്കമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ല ചെറുതായി അരിഞ്ഞ ചുവന്നുള്ളിയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. വഴണ്ടു വരുമ്പോൾ നമ്മൾ നേരത്തെ നല്ല മഷി പോലെ അരച്ചു വെച്ച ആ ഒരു പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറ് കഴുകിയിട്ടുള്ള വെള്ളം മാത്രമാണ് ഇപ്പം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊക്കെ നന്നായിട്ട് എണ്ണയിലൊന്ന് വഴറ്റി ഒരു ചെറിയ തിള വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എനിക്കിതൊരു 2-3 ദിവസം വെക്കാനാണ്. തണുക്കുമ്പോൾ ഇതിന്റെ ചാറൊക്കെ നന്നായിട്ട് കുറുകി വരും കേട്ടോ. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലൊരു ചെറിയ കഷ്ണം ശർക്കര ഈ സമയത്ത് ചേർക്കാം. ഞാൻ ഏതായാലും ചേർക്കുന്നില്ല. നന്നായിട്ട് തിള വരുമ്പോൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് ഉടയാതെ അതിന്റെ മുകളിലേക്ക് മസാല കോരി ഒഴിച്ചു കൊടുക്കാം. അടച്ചു വെച്ച് ചെറിയ തീയിൽ ഒരു 4 മിനിറ്റ് വേവിച്ചെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എണ്ണക്കത്തിരിക്ക നമുക്ക് കിട്ടും. ഇതുവരെ ട്രൈ ചെയ്യാത്തവർ മറക്കാതെ ട്രൈ ചെയ്യുക. ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കിയിട്ട് അടുത്ത ദിവസം ചോറിന്റെ കൂടെ ഒന്ന് കഴിച്ചു നോക്കൂ. നമ്മുടെ വഴുതനങ്ങയ്ക്ക് ഇത്ര ടേസ്റ്റ് ഉണ്ടോ എന്ന് നമ്മൾ അതിശയപ്പെട്ടു പോകും.